ഹായ്, നിങ്ങളൊരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നു വിചാരിക്കുക. ആ മീറ്റിംഗിൽ വെൽക്കം സ്പീച്ച് പറയാൻ ഏൽപ്പിച്ചിരുന്ന ആളെ എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും പറയണം, നിങ്ങൾക്ക് ഒന്ന് വെൽക്കം സ്പീച്ച് പറയാമോ? 2 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് പറയാമോ? ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പേടി. അയ്യോ, ഇത്രയും പേരുടെ മുന്നിലോ. അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. സാരമല്ല, കുറച്ച് പേരല്ലേ ഉള്ളൂ, അറിയുന്നവരല്ലേ, ജസ്റ്റ് 2-3 സെന്റൻസ് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആകുമ്പോൾ പിന്നെ വരുന്ന ഡൗട്ടാണ്, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? ഫോർമലായിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്കത് കറക്റ്റ് ഓർഡറിൽ പറയാൻ പറ്റുമോ? അടുത്തത് വരുന്നത്, അയ്യോ എനിക്കതിന് കഴിയില്ല, ലിമിറ്റിംഗ് ബിലീഫാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു പുതിയ കാര്യത്തിന് ട്രൈ ചെയ്യുമ്പോൾ, നമ്മുടെ കംഫർട്ട് സോണിലല്ലാത്ത, ഇന്നലെ വരെ ചെയ്യാത്തൊരു പുതിയ കാര്യം ട്രൈ ചെയ്യുമ്പോൾ, ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഹ്യൂമൻ ബീയിങ് എല്ലാവരും ജനിക്കുമ്പോൾ 3 ഇമ്പോർട്ടൻറ്റ് പവേഴ്സുമായിട്ടാണ് ജനിക്കുന്നത്. എത്ര പേർക്കറിയാം? ആ 3 ഇമ്പോർട്ടൻറ്റ് പവേഴ്സിനെ കുറിച്ച് നമ്മൾ റിയലൈസ് ചെയ്യണമെങ്കിൽ, ആ പവർ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, വി ക്യാൻ ഡു എനിത്തിങ്, വി ക്യാൻ ഡു എവറിത്തിങ്. എന്താണ് ആ 3 ഇമ്പോർട്ടൻറ്റ് പവർ? നമുക്ക് നോക്കിയാൽ, ഫസ്റ്റ് പവർ എന്ന് പറയുന്നത് പവർ ടു ഡിസയർ ആണ്. നോ ലിമിറ്റ്. നമുക്ക് എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കാനുള്ള ഇച്ഛാശക്തി എന്ന് പറയും. ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. നമ്മളാണ് നമ്മളെ ലിമിറ്റ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. സോ യു ക്യാൻ ഡ്രീം, യു ക്യാൻ ഡിസയർ. എത്ര വേണമെങ്കിലും, ഏത് എക്സ്ട്രീമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് പവർ ടു തിങ്ക് ആൻഡ് നോ. അറിയാനും നമുക്ക് ചിന്തിക്കാനുമുള്ള ഒരു ശേഷി. അത് ബൈ ബർത്ത് തന്നെ ലഭിക്കുന്നതാണ്. അത് ഒരു മൃഗങ്ങൾക്കും ചിന്തിക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ അറിയാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അറിയാനുള്ള ഒരു പവറില്ല. പവർ ടു തിങ്ക് ആൻഡ് നോ. കാര്യങ്ങളെ മനസ്സിലാക്കി, ജ്ഞാനശക്തി എന്ന് പറയുന്നതിന്, കാര്യങ്ങളെ മനസ്സിലാക്കാനും അറിയാനുമുള്ളൊരു ശക്തി നമുക്കാണ്. അപ്പോൾ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓരോ മൊമെന്റിലും ഉണ്ടെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് അറിയാൻ, പഠിക്കാൻ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ഓരോരുത്തർക്കും അതിന് കഴിയും. അതാണ് ഈ രണ്ടാമത്തെ പവർ. മൂന്നാമത്തത് പവർ ടു ഡു ആൻഡ് കൊളാബറേറ്റ്. ക്രിയാശക്തി എന്നാണ് അതിന് പറയുക. അതായത് നമുക്ക് കൊളാബറേറ്റ്, കണക്ട് ചെയ്യാനും നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ചിന്തിച്ച്, സ്വപ്നം കണ്ട് ചിന്തിച്ച് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയും. ആ കഴിവുമായിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. അതേപോലെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ശേഷി നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു ശേഷി ഉള്ളത് കൊണ്ട് നമുക്കൊരു പവർഫുൾ മാസ്റ്റർ മൈൻഡ് പാർട്ടാകാൻ സാധിക്കും. അപ്പോൾ ഈ 3 പവറും ഉള്ളത് കൊണ്ട് നമ്മൾ ആരും ഇൻഫീരിയർ അല്ല, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ ലിമിറ്റിംഗ് ബിലീഫിൻ്റെ പിടിയിൽ പോകേണ്ട ആളുകളുമല്ല. സോ അണ്ടർസ്റ്റാൻഡ് the most important 3 powers. Thank you so much and have a great day.